ഛർദിൽ മൂലം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച 7 വയസ്സുകാരിക്ക് ചികിത്സ നൽകാൻ വിമുഖത കാണിച്ചതായി പരാതി. ഛർദിച്ച് അവശയായ കുട്ടിയെ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ എത്തിച്ചെങ്കിലും OP ഡോക്ടറുടെ അടുക്കലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കുവാൻ കാഷ്വാലിറ്റിയിൽ നിന്നും നിർദ്ദേശിച്ചുവെന്നാണ് അടിമാലി 1000 ഏക്കർ സ്വദേശിയായ ജോമോന്റെ പരാതി. കുടുംബത്തോടൊപ്പം ബസ് യാത്ര നടത്തിയ അടിമാലി 1000 ഏക്കർ സ്വദേശി ജോമോനാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. യാത്രക്കിടയിൽ കുട്ടിക്ക് കലശലായ ഛർദിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അടിമാലി ബസ് സ്റ്റാൻഡിൽ എത്തിയ ശേഷം ഛർദിച്ച് അവശയായ കുട്ടിയുമായി ഓട്ടോറിക്ഷയിൽ താലൂക്ക് ആശുപത്രിയിൽ എത്തുകയായിരുന്നു. അവശയായി നടക്കാൻ പോലും കഴിയാതിരുന്ന കുട്ടിയെ എടുത്താണ് കാഷ്വാലിറ്റിയിൽ എത്തിച്ചത്. എന്നാൽ കാഷ്വാലിറ്റി വിഭാഗത്തിൽ നിന്നും തന്റെ കുട്ടിക്ക് ചികിത്സ നൽകാൻ വിമുഖത കാണിച്ചുവെന്നാണ് കുട്ടിയുടെ പിതാവായ ജോമോന്റെ പരാതി. ഇന്ന് രാവിലെ എൻ്റെ കുട്ടിക്ക് കലശലായ രീതിയിൽ ഛർദി ഉണ്ടായി. ഞങ്ങളൊരു ദൂരയാത്രയിലായിരുന്നു. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഛർദി കൂടുതലായി. കുട്ടി ബസ്സിൽ വെച്ച് ശക്തമായ രീതിയിൽ ഛർദിച്ച് ബസ്സിൽ കിടക്കുമായിരുന്നു. കുഞ്ഞ് അടിമാലി വന്നിറങ്ങി ഞങ്ങളൊരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. കുഞ്ഞ് തീരെ അവശതയായിരുന്നു. എൻ്റെ വൈഫ് കുഞ്ഞിനെ തോളിലെടുത്തിരിക്കുകയായിരുന്നു. ആശുപത്രി ചെന്ന് കാഷ്വാലിറ്റി ചീട്ടെടുത്ത് അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് ചീട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ കുട്ടിയെ എന്ത് പറ്റിയെന്ന് ചോദിച്ച് ഛർദിയാണെന്ന് പറഞ്ഞപ്പോൾ അവർ കുട്ടിയെ പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല. 2 ഡോക്ടർമാർ അവിടെ ഉണ്ട്, ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ടായിരുന്നു. അവർ 2 പേരും ചീട്ട് എൻ്റെ കയ്യിലേക്ക് തിരിച്ചു തന്നിട്ട് പീഡിയാട്രിഷ്യനെ നിങ്ങൾ OPയിൽ കൊണ്ട് കാണിക്കാനാണ് അവർ പറയുന്നത്. അവശ നിലയിൽ വരുന്ന ഒരു രോഗിയെ കാഷ്വാലിറ്റിയിലേക്കല്ലാതെ നമ്മൾ OPയിൽ പോയി ക്യൂ നിന്ന് കാണുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഉണ്ടായതൊരു വലിയ തിക്താനുഭവമാണ്. അത് വലിയ വേദനാജനകമായ ഒരു അനുഭവമാണ്. ചെറിയൊരു കുട്ടിയാണ്. പ്രായം ചെന്ന ആളുകളാണെങ്കിൽ അവർക്ക് അതിൻ്റേതായ രീതിയിൽ അത് അവർക്ക് പ്രതിരോധിക്കാനുള്ള പ്രതിരോധശേഷിയെങ്കിലും ഉണ്ടാകും. 7 വയസ്സുള്ള ഒരു കുഞ്ഞ് ഇത്ര അവശതയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവർ കാണിച്ച നിരുത്തരവാദിത്തപരമായ നിലപാട് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അടിമാലി താലൂക്ക് ആശുപത്രിയെക്കുറിച്ച് ഇതിനു മുമ്പും ഒരുപാട് ആക്ഷേപം പറയാനായിട്ട് എനിക്കും ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് നാട്ടിൽ തന്നെയുള്ള ഒരുപാട് പേർക്കും അത് പറയാനുണ്ട്. നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ശക്തമായ പ്രതിഷേധം അതിനകത്തുണ്ട്. ഞാൻ ആശുപത്രി സൂപ്രണ്ടിനെ വിളിച്ചറിയിച്ചിരുന്നു. അതോടൊപ്പം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനില രാജേന്ദ്രനെ ഓഫീസിൽ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അവശയായിരുന്ന കുട്ടിയെ OPയിൽ എത്തിച്ച് ചികിത്സ നൽകുന്നതോ ആ സമയം പ്രായോഗികമായിരുന്നില്ലെന്ന് ജോമോൻ പറയുന്നു. സംഭവത്തിൽ തങ്ങൾക്കുണ്ടായ മാനസികമായ ബുദ്ധിമുട്ട് ആശുപത്രി അധികൃതരെയും ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരെയും അറിയിച്ചുവെന്നും ജോമോൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി. Al-Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al-Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al-Azhar Group of Institutions, Thodupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al-Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al-Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, an expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al-Azhar Group of Institutions, Thodupuzha.